ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി നടത്തിയിട്ടുള്ള പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ വളരെ സ്പഷ്ടമായി തെളിവുകൾ സഹിതം, അത് ആരെങ്കിലും നടത്തുന്ന വ്യാജ ആരോപണങ്ങളെ പോലെയല്ല, വളരെ പെക്യുലറായി എന്താണോ നമ്മൾ പറഞ്ഞതിനെയൊക്കെ കൃത്യമായി അടിവരയിടുന്ന രീതിയിലുള്ള തെളിവുകൾ സഹിതമുള്ള ഒരു പത്രസമ്മേളനമാണ് നടന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ പത്രസമ്മേളന ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, കൃത്യമായ പത്രസമ്മേളനത്തിൽ കാണിച്ചിട്ടുള്ള വിഷ്വലായി കാണിച്ചിട്ടുള്ള PPT അടക്കമുള്ള ഡോക്യുമെൻറ്റുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി പറയുന്ന 3-4 പ്രശ്നങ്ങൾ. അതിലൊന്ന്, ഒരാൾക്ക് ഒരേ വാർഡിൽ തന്നെ 2 വോട്ട് വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ID കാർഡ് സെയിമാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സെയിമാണ്, മറ്റു കാര്യങ്ങളെല്ലാം സെയിമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഒരേ വോട്ടേഴ്സ് IDയിൽ പല പേരുകളിൽ വോട്ടുകൾ ചേർത്തിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത്? കൃത്യമായി അത് സംഭവിച്ച വിഷയങ്ങളിൽ ഓരോരുത്തരുടെ പേര്, അവരുടെ വോട്ടേഴ്സ് ID നമ്പർ, സീരിയൽ നമ്പർ, ഏത് വാർഡിലാണ് അവർ താമസിക്കുന്നത്, അവരുടെ എങ്ങനെയാണ് ക്രമവിരുദ്ധമായി ഇത് ചേർത്തിരിക്കുന്നത്, അവരുടെ വീട്ടുപേരുകൾ എങ്ങനെ ക്രമവിരുദ്ധമായി ചേർത്തിരിക്കും, ഇതെല്ലാം അടങ്ങുന്ന കണ്ടന്റ്, ഫാക്റ്റ് അടങ്ങുന്ന ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ പറയുന്ന പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ണിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സംസ്ഥാന സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടികൾ മുന്നോട്ട് വന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ ബി.ജെ.പി അധികാരത്തിൽ വരും എന്ന് CPM ഏറെ ഭയക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ കാര്യമായ പ്രാന്തി അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി നിൽക്കുന്നത്. അപ്പോൾ BJP അവിടെ അധികാരത്തിലേക്ക് വരും, ജനങ്ങൾ BJPയിലേക്ക് വരുന്നു. ജനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72 സീറ്റുകളിൽ BJPയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിപ്പിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തി. ആ വാർഡ് വിഭജനം നടത്തിയതിനു ശേഷവും CPMന് ആ കോൺഫിഡൻസ് കിട്ടുന്നില്ല, ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് CPMന് കിട്ടാതെ വന്നതുകൊണ്ട് CPM ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഈ വോട്ടർ പട്ടികയെ ക്രമവിരുദ്ധമായി, അല്ലെങ്കിൽ വോട്ടർ പട്ടിക ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാകാത്ത തരത്തിൽ വോട്ടർ പട്ടികയിലെ വോട്ടുകൾ ഛിന്ന ഭിന്നമായി വെട്ടിമാറ്റുകയാണ്. ഞാനൊരു ഉദാഹരണം, വളരെ ഫാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഉദാഹരണം, എൻ്റെ സ്വന്തം വാർഡ്, അതായത് മേലാങ്കോട് എന്ന് പറയുന്ന 56-ാം നമ്പർ വാർഡ്, ആ വാർഡിനകത്ത് എൻ്റെ ബൂത്ത് വരുന്നത് 6ാമത്തെ ബൂത്തായിട്ടാണ്, അല്ലെങ്കിൽ 6ാമത്തെ ഭാഗമായിട്ടാണ് എൻ്റെ ബൂത്ത് വരുന്നത്. ഈ 6ാമത്തെ ഭാഗത്തിൽ പെടേണ്ട വോട്ടുകൾ എൻ്റെ വാർഡിലെ തന്നെ 3ാമത്തെ ഭാഗത്തെ 1 മുതൽ 243 വോട്ടുകളാണ് 1 മുതൽ 243 ക്രമ നമ്പറുകൾ വെച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ ഉൾപ്പെടേണ്ട ഒരു പ്രദേശത്തെ പൂർണ്ണമായി വെട്ടി മറ്റൊരു വാർഡിലേക്ക് ചേർക്കുകയും ആ വാർഡിലെ 4ാം നമ്പർ ബൂത്തിനെ വെട്ടി ഞങ്ങളുടെ വാർഡിലേക്ക് വെച്ചിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, എന്നിട്ട് ആകെ കിട്ടിയിരിക്കുന്ന ദിവസം എത്രയാണ്? 7-ാം തീയതി വരെയായിരുന്നു, അതിനെ ഇപ്പോൾ മാറ്റിയിട്ട് 12-ാം തീയതി വരെ. അപ്പം നമ്മൾ അപ്പീൽ കൊടുത്ത് ഈ വിഷയങ്ങളെല്ലാം സോർട്ട് ചെയ്ത് പരിഹരിച്ച് കൊണ്ടുവരാനുള്ള സമയം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ CPMന് സാധിക്കും എന്ന അവരുടെ ഒരു മൂഢമായ വിശ്വാസം, ആ വിശ്വാസത്തിന് പുറത്താണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തത്. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ ഫാക്റ്റ് പുറത്ത് വെച്ചുകൊണ്ടാണ്, ഫാക്റ്റ് മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ സംസാരിച്ചത്. അപ്പോൾ കൃത്യമായി ഞങ്ങൾ അടയാളപ്പെടുത്തിയ വിഷയം, ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് CPM നേതൃത്വം നൽകുന്ന ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ ടേബിൾ ചെയ്തിട്ടുണ്ട്. അത് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇനി ആ വിഷയത്തിലെ കുറിച്ച് സംസാരിക്കേണ്ടതും കേരളത്തിലെ പൊതുസമൂഹം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ കുറേ കണക്കുകൾ കൊണ്ടുവന്ന് നിരത്തി ഒരു കപട ആരോപണം ഉന്നയിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇലക്ഷന് മുൻപേ തന്നെ ഞങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ, ഞങ്ങളുടെ ബൂത്ത് ലെവൽ പ്രവർത്തകന്മാർ കൃത്യമായി കണക്കെടുത്ത് ഈ പറയുന്ന ഇരട്ട വോട്ടുകളൊന്നും BJPയുടെ ഓഫീസിൽ 4-5 പേര് ഇരുന്ന് ചെയ്തതല്ല. ഞങ്ങളുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകന്മാർ അവരുടെ സ്ഥലങ്ങളിൽ, അവരുടെ ബൂത്തുകളിൽ, അവരുടെ ഭാഗങ്ങളിൽ ഇരുന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി അതിനോടൊപ്പം ഇപ്പോൾ നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് ചേർക്കൽ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ CPMൻ്റെ നേതാക്കന്മാർ കെട്ടുകണക്കിന് അപേക്ഷകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ വരേണ്ട സത്യവാങ്മൂലം കൊണ്ടുവരേണ്ട ഫോമുകളടക്കം കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ വോട്ട് ചേർക്കുകയാണ്. ഹിയറിങ്ങിന് ആളെ കൊണ്ടുവരുന്നില്ല. ഞങ്ങളൊക്കെ വണ്ടി വിളിച്ചും അല്ലാതെയും അവരെ കൊണ്ടുവന്ന് ഹിയറിംഗ് നടത്തി തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ബാക്ക് ഡോറിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊന്നും
വലിയ കാര്യമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇടതു നിരീക്ഷകനായിട്ട് ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം പറയുന്നത് ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു പാർട്ടിയും ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുകയാണ്. അല്ലെ, ഒരു മിനിറ്റ് എന്റെ രണ്ട് സുഹൃത്തുക്കളും എന്റെ പാർട്ടിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സ്പെസിഫൈ ചെയ്ത് ഉത്തരം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ പാർട്ടിയെ പറഞ്ഞതിന് കൂടി എനിക്ക് മറുപടി പറയണ്ടേ? ഒരു 2 മിനിറ്റ് എനിക്ക് സമയം താങ്കൾ അനുവദിക്കണം. അതായത് അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ അങ്ങനെ ഇടതുപക്ഷം ചെയ്യുമെന്ന് അദ്ദേഹം നിഷ്കളങ്കരെയാണ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ മുഴുവൻ താങ്കൾ തള്ളി പറയണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണെങ്കിൽ എങ്ങനെയാണ് BJPയുടെ മേളിലേക്ക് ഈ മാറാപ്പുകളെല്ലാം നിങ്ങൾക്ക് കെട്ടിവെക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അതൊരു കള്ളമാണെന്ന് താങ്കൾ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ ആരോപണമുണ്ട്, പക്ഷേ കേരളത്തിൽ ഇത് നടത്തുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമായ ആരോപണമില്ല. ഇനി എൻ്റെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്താണ്? മഹാരാഷ്ട്ര ഇലക്ഷനും അതുപോലെ തന്നെ കർണാടക ഇലക്ഷനും. കർണാടകയിലെ ലോക്സഭാ ഇലക്ഷനാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. കർണാടകയിൽ 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ആരായിരുന്നു കർണാടകയിലെ റൂളിംഗ് പാർട്ടി? ആ റൂളിംഗ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് അതത് സ്റ്റേറ്റിൽ നിന്ന് അതത് സ്റ്റേറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് BLOമാരായിട്ടും മറ്റ് അവിടുത്തെ ഇലക്ഷൻ്റെ സർവൈലൻസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിയോഗിക്കുന്നതാണ് എൻ്റെ പരിമിതമായ അറിവ്. അതങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ BLOമാരെ റിക്രൂട്ട് ചെയ്തത്? അത് ചെയ്തത് അവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ, ഈ പറയുന്ന പെർട്ടിക്കുലർ മണ്ഡലത്തിലെ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്ത് പണിയാണ് എടുത്തത്? അവർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ 2024 ഇങ്ങനൊരു ആരോപണം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആരോപണത്തിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങളുടെ ഈ പറയുന്ന BLAമാർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ നേതാവിനോട് നിങ്ങൾ സത്യവാങ്മൂലം തന്നെ ഞങ്ങൾ ഇത് പരിശോധിക്കാം എന്ന് പറയുമ്പോൾ സത്യവാങ്മൂലം കൊടുക്കാൻ വിസമ്മതിക്കുന്ന നിങ്ങളുടെ നേതാവിനെ കുറിച്ച് അവർ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലെഗസിയുടെ കുഴപ്പമാണ്. അതായത് അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തടങ്കലിലിട്ടുകൊണ്ട് അധികാരം ഏതു വിധേനയും പിടിച്ചു വാങ്ങണം എന്ന ഇന്ദിരാഗാന്ധിയുടെ ലെഗസി. ആ ലെഗസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കുന്ന നിലപാട് അദ്ദേഹത്തിന് ഭൂഷണമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂഷണമല്ല. അദ്ദേഹത്തെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ വിലയിരുത്തുന്നത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.